നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. അമേരിക്കയിൽ വീണ്ടും ട്രംപ് യുഗം. 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വൈസ് പ്രസിഡന്റായി JD വാൻസും അധികാരമേറ്റു. I, Donald John Trump, do solemnly swear. I, Donald John Trump, do solemnly swear. That I will faithfully execute. That I will faithfully execute. The office of President of the United States. The office of President of the United States. And will, to the best of my ability. And will, to the best of my ability. Preserve, protect, and defend. Preserve, protect, and defend. The Constitution of the United States. The Constitution of the United States. So help me God. So help me God. Congratulations, Mr. President. വാഷിംഗ്ടണിലെ US ക്യാപിറ്റോളിൽ നടന്ന ചടങ്ങിൽ ജോ ബൈഡൻ, കമല ഹാരിസ്, ബറാക് ഒബാമ, ഇലോൺ മസ്ക് അടക്കമുള്ളവർ എത്തിയിരുന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ പങ്കെടുത്തു. അമേരിക്കയുടെ സുവർണകാലത്തിന്റെ തുടക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ട്രംപിന്റെ പ്രസംഗം. മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്നും രാജ്യത്തെ അനധികൃത കുടിയേറ്റം തടയുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. We will reinstate my Remain in Mexico policy. I will end the practice of catch and release. And I will send troops to the southern border to repel the disastrous invasion of our country. വിശദാംശങ്ങളുമായി ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നുണ്ട്. മധു, അങ്ങനെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റാകുന്നു. സുപ്രധാന പ്രഖ്യാപനങ്ങളും വിവരങ്ങൾ എന്തൊക്കെയാണ് മധു? ഉന്മേഷ്, വാഷിംഗ്ടൺ DC-യിൽ പ്രാദേശിക സമയം 12 മണിക്ക് 35 വാക്കുകളുള്ള സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റെടുത്ത ഡൊണാൾഡ് ട്രംപ് ഏതാണ്ട് 29 മിനിറ്റ് നീണ്ടു നിന്ന പ്രസംഗമായിരുന്നു അധികാരമേറ്റതിന് ശേഷം അവിടെ കൂടിയിരുന്നവരെ അഭിസംബോധന ചെയ്ത് നൽകിയത്. പലതും തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രഖ്യാപനങ്ങൾ ആവർത്തിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് അനധികൃത കുടിയേറ്റത്തെക്കുറിച്ച് വിശദമായി തന്നെ ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചു. തന്നെയുമല്ല, അമേരിക്ക മേക്ക് ഫസ്റ്റ് എന്നുള്ള ആ ഒരു തിയറി ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറയുകയാണ്. ഇനി അമേരിക്ക കാത്തിരിക്കുന്നത് അല്പസമയങ്ങൾക്കകം ഓവൽ ഓഫീസിൽ എത്തിയതിന് ശേഷം അദ്ദേഹം ഒപ്പിടാൻ പോകുന്ന 100ഓളം വരുന്ന എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിൽ ഏതൊക്കെയായിരിക്കുമെന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സൂചനകൾ ഡൊണാൾഡ് ട്രംപ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും അനുയായികളെ ചേർത്ത് പിടിക്കുന്നതാണ് കാണുന്നത്, കുടുംബത്തെയും ചേർത്ത് പിടിക്കുന്നതാണ്. 4 വർഷം മുമ്പ് വാഷിംഗ്ടണിൽ നിന്ന് പോയ ഡൊണാൾഡ് ട്രംപിന്റെ കുടുംബം മുഴുവനായിട്ടും വാഷിംഗ്ടൺ DC-യിൽ എത്തിയിട്ടുണ്ട്. തന്നെയുമല്ല, സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ഹാളിലുള്ള തന്റെ അനുയായികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ കുറെ കൂടെ റിലാക്സ് ചെയ്താണ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചത്. തന്നെയുമല്ല, അദ്ദേഹം പറയുന്നത് ഈ സത്യപ്രതിജ്ഞയിൽ പങ്കെടുത്തവരെക്കാട്ടിലും കൂടുതൽ ചെറുപ്പവും സൗന്ദര്യമുള്ളവരെയുമാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരന്റെ രീതിയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ പെരുമാറ്റം. ആദ്യ ട്രംപിൽ നിന്ന് ഏറെ മാറ്റങ്ങൾ ഡൊണാൾഡ് ട്രംപിൽ ഇപ്പോൾ കാണുവാൻ സാധിക്കും. തന്നെയല്ല, അമേരിക്കയുടെ വിദേശ നയങ്ങൾ തന്നെ മാറ്റി എഴുതുന്ന ചില പ്രഖ്യാപനങ്ങൾ ഇന്ന് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുന്ന എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഉന്മേഷ്. മധു കൊട്ടാരക്കരയാണ് ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രവാസികൾക്ക് പാസ്പോർട്ട് അപേക്ഷകൾക്കും പാസ്പോർട്ട് പുതുക്കുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കി അബുദാബി ഇന്ത്യൻ എംബസി. സേവനങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിലാണ് എംബസിയുടെ അറിയിപ്പ്. പാസ്പോർട്ട് പുതുക്കുന്നതും പാസ്പോർട്ടിനായി അപേക്ഷിക്കുന്നതും ഉൾപ്പെടെയുള്ള വിവിധ സേവനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ എംബസി സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ സന്ദേശം പുറത്തുവിട്ടത്. പാസ്പോർട്ട് സേവനങ്ങൾക്കായി BLS കേന്ദ്രങ്ങളെയാണ് സമീപിക്കേണ്ടത്. ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥർ അപേക്ഷകൾ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് നൽകും. തുടർന്ന് പരിശോധനകൾക്കും പോലീസ് ക്ലിയറൻസ് അടക്കം ലഭ്യമാക്കിയ ശേഷം പുതുക്കി ഉടൻ അപേക്ഷകന്റെ കൈകളിൽ എത്തിച്ചു നൽകുമെന്നും അധികൃതർ അറിയിച്ചു. പ്രീമിയം സേവനം ആവശ്യമുള്ളവർ വെബ്സൈറ്റ് മുഖേന മുൻകൂട്ടി ബുക്ക് ചെയ്യണം. പാസ്പോർട്ട് അടിയന്തരമായി പുതുക്കേണ്ടവർ തത്കാൽ സേവനം പ്രയോജനപ്പെടുത്തണമെന്നും എംബസി വ്യക്തമാക്കി. തത്കാൽ അപേക്ഷകർക്ക് 1-2 ദിവസത്തിനുള്ളിലും മറ്റ് അപേക്ഷകർക്ക് 3-4 പ്രവൃത്തി ദിവസങ്ങൾക്കകവും പാസ്പോർട്ട് ലഭ്യമാക്കുമെന്നും എംബസി വ്യക്തമാക്കി. 24 ദുബായ്. ബഹ്റൈനിലെ ശരത്കാല മേളയ്ക്ക് ഈ മാസം 23-ന് തുടക്കമാകും. 35ാമത് എഡിഷന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റി അറിയിച്ചു. ബഹ്റൈനിലെ ശരത്കാലമേളയുടെ 35ാമത് എഡിഷൻ ജനുവരി 23 മുതൽ ഫെബ്രുവരി 1 വരെ സക്കീറിലെ എക്സിബിഷൻ വേൾഡ് ബഹ്റൈൻ സെന്ററിൽ നടക്കും.
പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും എന്നാൽ വെബ്സൈറ്റ് വഴി മുൻകൂട്ടി രജിസ്ട്രേഷൻ ആവശ്യമാണെന്നും ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ബഹ്റൈൻ ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിന്റെ ഡയറക്ടർ ബോർഡ് ചെയർപേഴ്സണുമായ സാറ അഹമ്മദ് ബുഹിജി പറഞ്ഞു. ലോകമെമ്പാടുമുള്ള 20 രാജ്യങ്ങളിൽ നിന്നുള്ള 608-ലധികം പവലിയനുകളാണ് മേളയിൽ ഒരുക്കുന്നത്. രാജ്യത്തെ റീറ്റെയിൽ മേഖലയുടെ വൈവിധ്യം പ്രതിഫലിപ്പിക്കുന്ന തുണിത്തരങ്ങൾ, ഫർണിച്ചറുകൾ, ഭക്ഷണം, വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ സാധനങ്ങൾ, ആക്സസറികൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, അലങ്കാരങ്ങൾ, വീട്ടുപകരണങ്ങൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 മണി വരെയുമാണ് പ്രവേശനം. 26, 27 തീയതികളിൽ രാവിലെ സ്ത്രീകൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. വിവിധ രുചികൾ ഒരുക്കുന്ന വെറൈറ്റി ഫുഡ് കോർട്ടും ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയാണ്. 24 ബഹ്റിൻ. ലോകത്തെ സുരക്ഷിത നഗരമെന്ന സ്ഥാനം നിലനിർത്തി അബുദാബി. തുടർച്ചയായ 9ാം വർഷമാണ് അബുദാബി സ്ഥാനം നിലനിർത്തുന്നത്. സുരക്ഷാ പദ്ധതികളും സംരംഭങ്ങളും വികസിപ്പിക്കാനും പൗരന്മാരുടെയും സന്ദർശകരുടെയും ജീവിത നിലവാരം ഉയർത്താനുമുള്ള എമിറേറ്റിന്റെ ശ്രമങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് നേട്ടമെന്ന് അബുദാബി പോലീസ് പറഞ്ഞു. ലോകത്തിലെ 382 നഗരങ്ങളിൽ നിന്നാണ് ഓൺലൈൻ ഡേറ്റാബേസായ നംബ്യോ അബുദാബിയെ സുരക്ഷിത നഗരമായി തിരഞ്ഞെടുത്തത്. പ്രമുഖ മരവ്യവസായ ഗ്രൂപ്പായ ഹിൽവുഡിന്റെ ഹോംവർക്ക് ഇനി ദുബായിലും. ദുബായ് അൽക്കൂസ് ഗോഷി സിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം റീജൻസി ഗ്രൂപ്പ് ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ നിർവഹിച്ചു. ചടങ്ങിൽ ഹോംവർക്ക് MD ഷാസ് അഹമ്മദ്, ഡയറക്ടർമാരായ ഷിബ്ലി മൊയ്തീൻ, ഷാദ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുണനിലവാരത്തിലും രൂപകൽപ്പനയിലും ഉപഭോക്താക്കളുടെ സംതൃപ്തിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചതാണ് ഗ്രൂപ്പിന്റെ വിജയമെന്ന് ചെയർമാൻ വി ഷെരീഫ് പറഞ്ഞു. കൊച്ചി, കോഴിക്കോട്, ബംഗളൂരു എന്നിവിടങ്ങളിലാണ് ഹോംവർക്കിന്റെ മറ്റ് ഷോറൂമുകൾ. ഓർമ്മ ബർദുബായ് മേഖല സ്പോർട്സ് കമ്മിറ്റി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ദുബായ് അൽ ഖിസൈസ് സഫ ഗ്രൗണ്ടുകളിലായി നടന്ന മത്സരത്തിൽ 8 പുരുഷ ടീമുകളും 2 വനിതാ ടീമുകളും പങ്കെടുത്തു. ആവേശം നിറഞ്ഞ ഫൈനൽ മത്സരത്തിൽ ഇന്റർനാഷണൽ സിറ്റി യൂണിറ്റ് വിന്നേഴ്സ് ട്രോഫിയും അൽ ഗുബൈബ യൂണിറ്റ് റണ്ണേഴ്സ് ട്രോഫിയും കരസ്ഥമാക്കി. A, B എന്നീ 2 ടീമുകളാക്കി തിരിച്ചു നടത്തിയ വനിതാ ക്രിക്കറ്റ് മാച്ച് ടീം B വിന്നേഴ്സ് ട്രോഫി കരസ്ഥമാക്കി. അരുണിമ സജിത്തിനെ വുമൺ ഓഫ് ദ മാച്ചായും ഷീന ഉദയ് മികച്ച ബൌളറായും പ്രജിതെ മികച്ച ബാറ്ററായും തിരഞ്ഞെടുത്തു. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ വടകരക്കാരുടെ കൂട്ടായ്മയായ വടകര NRI ഫോറം വിന്റർ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാകായിക പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ചെയർമാൻ റഹ്മാൻ കാരയാട്, പ്രസിഡന്റ് യൂനിസ് CK, സെക്രട്ടറി ഷാനി CK, ഷംസീറ മഷൂദ്, ജിഗീഷ് പുതിയപുറം, നാസർ വടകര, ട്രഷറർ ശ്യാം എന്നിവർ നേതൃത്വം നൽകി. വാഹനാപകടത്തെ തുടർന്ന് 2.5 മാസമായി സൗദി ദമാമിലെ ഖത്തീഫ് സെൻട്രൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മൂവാറ്റുപുഴ സ്വദേശി റംസാലിനെ തുടർ ചികിത്സയ്ക്കായി നാട്ടിലെത്തിച്ചു. സൗദിയിലെ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ ദമാമിലെ എറണാകുളം ജില്ലാ കൂട്ടായ്മയായ സീഫാണ് റംസാലിനെ നാട്ടിലെത്തിക്കാനുള്ള വഴിയൊരുക്കിയത്. സഹപ്രവർത്തകരെയും കൊണ്ട് ജോലിസ്ഥലത്തേക്ക് പോകുന്ന വഴി ദമാം റിയാദ് റോഡിലുണ്ടായ അപകടത്തിലാണ് മൂവാറ്റുപുഴ സ്വദേശി റംസാലിന് പരിക്കേറ്റത്. ഉടൻ ഖത്തീഫ് സെൻട്രൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അബോധാവസ്ഥയിലായ റംസാലിനെ പിന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഓക്സിജന്റെ സഹായത്തോടെ വെന്റിലേറ്ററിൽ കഴിയുന്ന റംസാലിന്റെ വിവരം അറിഞ്ഞതോടെ ദമാമിലെ സൗദി എറണാകുളം എക്സ്പാട്രിയേറ്റ്സ് ഫെഡറേഷൻ സീഫ് ഭാരവാഹികൾ ആശുപത്രിയിലെത്തി റംസാലിനെ സന്ദർശിക്കുകയും സംഘടന അറിയിച്ചതിനെ തുടർന്ന് ദമാമിലെ സാമൂഹിക പ്രവർത്തകനായ മഞ്ജു മണിക്കുട്ടൻ ഇക്കാര്യം എംബസിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു. ഇതേ തുടർന്ന് റംസാലിനെ നാട്ടിലെത്തിക്കാൻ ആവശ്യമായ സഹായം ഇന്ത്യൻ എംബസി അനുവദിക്കുകയും ചെയ്തു. ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചെങ്കിലും ഒടുവിൽ റംസാലിനെ തുടർ ചികിത്സയ്ക്കായി നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് സീഫ് പ്രവർത്തകർ. നമ്മുടെ റംസാലിന് അപകടമുണ്ടായി. അതിൽ നിന്ന് 2 മാസത്തോളം ആശുപത്രിയിലായിരുന്നു. അപ്പോൾ അത് സീഫ് എന്ന സംഘടന, നമ്മളുടെ സംഘടന അതിനകത്ത് ഇടപെടുകയും അവർക്ക് വേണ്ടതായ സഹായ സഹകരണങ്ങൾ ചെയ്യാനായിട്ട് മഞ്ജു മണിക്കൂറിനെ ഏൽപ്പിക്കുകയും ചെയ്തു. മഞ്ജു മണിക്കൂറിനും പോയി കാണുകയും അവരുമായിട്ടുള്ള ചർച്ചകൾക്ക് അനുസരിച്ചുമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും എംബസിയായി ഇടപെട്ട് നമുക്ക് 26,000 റിയാലോളം നമുക്ക് കിട്ടി. 10 ലക്ഷം രൂപയിലധികമാണ് ചെലവായത്. ഇത് തുല്യമായി സീഫും എംബസിയും ചേർന്നാണ് നിർവഹിച്ചത്. ഇന്ത്യൻ എംബസിയുമായും എയർ ഇന്ത്യയുമായും റംസാലിന്റെ നാട്ടുകാരനും ഇടുക്കി MP-യുമായ ഡീൻ കുര്യക്കോസ് നിരന്തരം ബന്ധപ്പെട്ടതും സഹായകരമായി. ദമാമിൽ നിന്നും കൊച്ചിയിലെത്തിയ റംസാലിനെ നോർക്ക റൂട്ട്സ് സൗജന്യമായി നൽകിയ ആംബുലൻസിൽ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെത്തിച്ചു. കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി, ഇന്ത്യൻ എംബസി, നോർക്ക റൂട്ട്സ് കേരള, ഖത്തീഫ് കിങ് ഫഹദ് ആശുപത്രി, എയർ ഇന്ത്യ, ആശ്രയ മൂവാറ്റുപുഴ, പെരുമ്പാവൂർ പ്രവാസി അസോസിയേഷൻ ദമാബ് സാമൂഹിക പ്രവർത്തകൻ മണിക്കുട്ടൻ എന്നിവർക്കെല്ലാം സ്വീഫ് ഭാരവാഹികൾ നന്ദി അറിയിച്ചു. സുബൈറുദ്ദീൻ, 24 ദമാം.
ക്രൂരതയ്ക്ക് തൂക്കുകയർ. പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. പ്രായത്തിന്റെ ആനുകൂല്യം നൽകാൻ കഴിയില്ല എന്ന് വിചാരണ കോടതി വ്യക്തമാക്കി. തെളിവ് നശിപ്പിച്ചതിന് അമ്മാവൻ നിർമ്മല കുമാരൻ നായർക്ക് 3 വർഷം തടവും വിധിച്ചു. ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പ്രതി സമർത്ഥമായി കുറ്റകൃത്യം നടത്തിയെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ചൂണ്ടിക്കാട്ടി. വിധിപ്പകർപ്പ് 24 ലഭിച്ചു. ഗ്രീഷ്മ ഷാരോൺ രാജിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തിയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. വിധിന്യായത്തിൽ ക്രൂരകൊലപാതകത്തെക്കുറിച്ച് കോടതി അക്കമിട്ടു പറഞ്ഞു. ഗ്രീഷ്മയ്ക്കും ഷാരോൺ രാജിനും ഒരേ പ്രായമാണെന്നും പ്രായത്തിന്റെ ഇളവ് ഗ്രീഷ്മയ്ക്ക് നൽകാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഗാഢമായ സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു. കുറ്റം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശലം വിജയിച്ചില്ല. മുമ്പ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ലെന്ന ഗ്രീഷ്മയുടെ വാദവും കോടതി തള്ളി. ആദ്യം ജ്യൂസ് ചലഞ്ചിലൂടെ ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ചു. അതിനുശേഷം കൊലപാതകവും നടത്തി. ജ്യൂസ് ചലഞ്ച് ദിവസം പാരസെറ്റമോൾ എങ്ങനെ വിഷമായി ഉപയോഗിക്കാമെന്ന് ഗ്രീഷ്മ 23 തവണ ഗൂഗിളിൽ തിരഞ്ഞു. കേസിനിടെ ഗ്രീഷ്മ ജയിലിൽ നടത്തിയത് വ്യാജ ആത്മഹത്യാശ്രമമാണെന്നും കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീർ നിരീക്ഷിച്ചു. ഷാരോണിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ. എൻ്റെ പ്രോസിക്യൂഷൻ ഔദ്യോഗിക ജീവിതത്തിന് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കേസായിരുന്നു. വളരെ സന്തോഷമുണ്ട് ഈ ഷാരോൺ രാജിന്റെ കുടുംബത്തിന് ഒരു നീതി കിട്ടി എന്നുള്ളത്. അതിസമർത്ഥമായി കേസ് അന്വേഷിച്ചുവെന്ന് പോലീസിനെ കോടതി അഭിനന്ദിച്ചു. വളരെ സന്തോഷമുണ്ട്, ഇങ്ങനെ ഒരു കോടതി നമുക്ക് നല്ലൊരു ജഡ്ജ്മെൻറ്റ് തന്നിട്ടുണ്ടെന്ന്. കോടതിയുടെ ഉത്തരവ് നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. ഇത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ജയമാണ്, പ്രോസിക്യൂഷൻ്റെ ജയമാണ്. ഞങ്ങളുടെ മുന്നിൽ വളരെ വെല്ലുവിളികളുണ്ടായിരുന്നു. പക്ഷേ ശാസ്ത്രീയമായ അന്വേഷണം കോടതിയിൽ എത്തിക്കുന്നതിനും അത് കോടതിയെ മനസ്സിലാക്കിക്കുന്നതിനും ഞങ്ങൾക്ക് പ്രോസിക്യൂഷൻ സാധിച്ചു. പ്രത്യേകിച്ച് അത് ഞങ്ങളുടെ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ഒരു വിജയം കൂടി തന്നെ. സമർത്ഥവും ക്രൂരവുമായി കുറ്റകൃത്യം ചെയ്ത പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകുന്നതിനെ നിയമം എതിർക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 24 വയസ്സുള്ള ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചത്. തെളിവ് നശിപ്പിച്ചതിന് കേസിലെ 3ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മല കുമാരൻ നായർക്ക് 3 വർഷം തടവും കോടതി വിധിച്ചു. കേസിലെ 2ാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. ഷാരോൺ കേസിലെ തെളിവുകൾ സംരക്ഷിച്ചത് അദൃശ്യനായ ദൈവം. വിധി പ്രസ്താവം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കോടതി. അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ അതിലേക്ക് വഴിതെളിച്ചത്, വഴി നയിച്ചത് പോലീസും പ്രോസിക്യൂഷനും കാട്ടിയ നിതാന്ത ജാഗ്രതയാണ്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് നിറകണ്ണുകളോടെയാണ് ഷാരോൺ രാജിന്റെ കുടുംബം കേട്ടത്. കോടതിക്ക് മുൻപിൽ കണ്ണീരോടെ തൊഴുത് നന്ദി പറഞ്ഞു കുടുംബം. ദൈവത്തിന്റെ രൂപത്തിൽ നീതിമാനായ ജഡ്ജി ഇറങ്ങി വന്നു എന്നായിരുന്നു ഷാരോണിന്റെ മാതാവിന്റെ പ്രതികരണം. 2 വർഷം ഷാരോൺ രാജിന്റെ കുടുംബം നടത്തിയ നിയമപോരാട്ടമാണ് ഒടുവിൽ വിജയത്തിലെത്തിയത്. കുടുംബം ആഗ്രഹിച്ച വിധി വന്നപ്പോൾ കോടതിയിൽ വൈകാരിക നിമിഷങ്ങൾ. കണ്ണീരോടെ ജഡ്ജിയെ തൊഴുത് നന്ദി രേഖപ്പെടുത്തി. തന്റെ പൊന്നുമോനായി ദൈവം ജഡ്ജിയുടെ രൂപത്തിൽ നേരിട്ടെത്തി വിധി പറഞ്ഞെന്ന് മാതാവ് പ്രിയ. ദൈവം നീതിമാനായ ജഡ്ജിയിൽ ഇറങ്ങി വന്നു. നീതിമാനായ ജഡ്ജി ഞങ്ങൾക്ക് ഞങ്ങൾ വളരെയേറെ സംതൃപ്തരാണ്. 1000 നന്ദി. തുടക്കത്തിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അന്വേഷണ സംഘം ഏറ്റവും നന്നായി കേസന്വേഷിച്ചെന്ന സഹോദരൻ ഷിമോൻ. പാറശാല പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടക്കത്തിലൊരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനുശേഷം ക്രൈംബ്രാഞ്ചിലോട്ട് കേസ് മാറി അവിടെ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് കൂടാതെ പിന്നെ പാറശാല പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നു. CI സജി സാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ബാക്കി അന്വേഷണ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. വിധിയിലെ തൃപ്തി ഒറ്റവരിയിലൊതുക്കി പിതാവ് ജയരാജ്. അവർക്ക് അവസാന ശിക്ഷ കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹമുണ്ടായിരുന്നു, അത് നടന്നു. ആഗ്രഹിച്ച വിധി വന്നതോടെ 2 വർഷം നീണ്ട നിയമപോരാട്ടം കൂടി കുടുംബം അവസാനിപ്പിക്കുകയാണ്. സലിം മാലിക്, 24 തിരുവനന്തപുരം. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ട്രെയിനി ഡോക്ടർ അതിക്രൂര ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. 50,000 രൂപ പിഴയടയ്ക്കണം. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് സിയാൽദ വിചാരണ കോടതി. നഷ്ടപരിഹാരമായി 17 ലക്ഷം രൂപ സർക്കാർ ഡോക്ടറുടെ കുടുംബത്തിന് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. എന്നാൽ നഷ്ടപരിഹാര തുക സ്വീകരിക്കില്ല എന്ന് കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബം പ്രതികരിച്ചു.
മനസാക്ഷിയെ ഞെട്ടിച്ച കൊൽക്കത്ത ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് സഞ്ജയ് റോയ്ക്ക് തൂക്കുകയർ ശിക്ഷ വിധിക്കണമെന്ന പ്രോസിക്യൂഷന്റെ വാദം സിയാൽദ വിചാരണ കോടതി തള്ളി. പ്രതി കുറ്റം ചെയ്തത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതായി ആവർത്തിച്ചെങ്കിലും പരമാവധി ശിക്ഷ വിധിക്കാൻ കോടതി തയ്യാറായില്ല. കോടതി വിധിച്ച 17 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണ്ടെന്നാണ് കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിന്റെ പ്രതികരണം. കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കൾ വിധി കേൾക്കാൻ കോടതിയിൽ എത്തിയിരുന്നു. ശിക്ഷാവിധിയുടെ വാദത്തിനിടയിലും പ്രതി സഞ്ജയ് റോയ് കുറ്റം നിഷേധിച്ചു. തന്നെ പോലീസ് പെടുത്തിയതാണെന്നും ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും പ്രതി ആരോപിച്ചു. സമൂഹത്തിന് മുതൽക്കൂട്ടാൻ വേണ്ട ഡോക്ടറെയാണ് പ്രതി കൊലപ്പെടുത്തിയത്. സമൂഹത്തിന്റെ വിശ്വാസമാർജിക്കുന്നതിനും അതിശക്തമായ സന്ദേശം നൽകുന്നതിനും വധശിക്ഷ തന്നെ നൽകണമെന്നുമുള്ള CBIയുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. നിർഭയയ്ക്ക് ശേഷം രാജ്യം കണ്ട അതിക്രൂരമായ ബലാത്സംഗ കൊലപാതക കേസ്. പ്രതിക്ക് വധശിക്ഷ എന്ന മുറവിളി രാജ്യമെങ്ങും അലയടിച്ചിരുന്നു. വിധിയിലുള്ള നിരാശ ആരോഗ്യ പ്രവർത്തകർ പരസ്യമാക്കി കഴിഞ്ഞു. നീതി തേടിയുള്ള പോരാട്ടം തുടരുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. കൂത്താട്ടുകുളത്ത് കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കോൺഗ്രസിനെതിരെ CPIM. കോൺഗ്രസിന്റേത് രാഷ്ട്രീയ കുതിരക്കച്ചവടം എന്ന ആരോപണം. പാർട്ടിക്കും പോലീസിനുമെതിരെ ആരോപണം കടുപ്പിച്ച് കൗൺസിലർ കലാരാജു രംഗത്തെത്തി. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതും തിരികെ വിട്ടതും കോൺഗ്രസ് ആണെന്ന ആരോപണം ആവർത്തിക്കുകയാണ് CPIM കൂത്താട്ടുകുളം ഏരിയ കമ്മിറ്റി. അവിശ്വാസ പ്രമേയത്തിന് 3 ദിവസം മുന്നേ കലാരാജുവിനെ കോൺഗ്രസ് ഒളിപ്പിച്ചു. ബാങ്ക് ഇടപാടുകൾ ഒത്തുതീർപ്പാക്കാമെന്ന വാഗ്ദാനം നൽകി. അനൂപ് ജേക്കബ് MLAയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് രാഷ്ട്രീയ കുതിരക്കച്ചവടമാണെന്നും CPIM ഏരിയ സെക്രട്ടറി PB രതീഷ്. ജനുവരി 15 മുതൽ ജനുവരി 18 തീയതി രാവിലെ വരെ കലാരാജു എവിടെയായിരുന്നു? അതിനെ സംബന്ധിച്ച് ചില വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ ഞങ്ങൾ പോലീസിന് കൈമാറും. കൂത്താട്ടുകുളത്തും പരിസര പ്രദേശത്തുമായി ചില വീടുകളിൽ, കോൺഗ്രസ് പ്രവർത്തകരുടെ അടക്കമുള്ള വീടുകളിൽ കലാരാജുവിനെ തടഞ്ഞു വെക്കുകയാണ് ഉണ്ടായത്. CPIM ആരോപണങ്ങൾ കലാരാജു തള്ളി. കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള പ്രതികരണം ബാലിശമാണെന്നും കലാരാജു. UDFകാർ എന്നെ തട്ടിക്കൊണ്ട് പോയിട്ടില്ല. ഞാൻ കാണാതായിട്ട് ഒരു പോലീസിൽ പരാതി കൊടുത്തിരുന്നോ? കൗൺസിലറെ, അവരുടെ കൂടെയുള്ളൊരു കൗൺസിലറെ കാണാതായി എന്ന് ഇവരിപ്പോൾ പറയുന്നു. അപ്പോൾ ഞാൻ എവിടെയായിരുന്നു എന്ന് അങ്ങനെ അവർക്കൊരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് അന്വേഷിച്ചില്ലല്ലോ. പോലീസ് സ്റ്റേഷനിലൊരു ഇൻഫർമേഷൻ ഉണ്ടോ ഞാൻ മിസ്സിംഗ് ആണെന്നുള്ളതിന്? കേസിൽ കലാരാജുവിന്റെ രഹസ്യമൊഴി നാളെ രേഖപ്പെടുത്തും. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. CPIM വിശദീകരണ യോഗം നാളെ കൂത്താട്ടുകുളത്ത് നടക്കും. 24, കൊച്ചി. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി കൊടുത്ത് സർക്കാർ തീരുമാനം റദ്ദാക്കണമെന്നാവശ്യപ്പെടാൻ പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിന്റെ തീരുമാനം. മുഖ്യമന്ത്രി ഉൾപ്പെടെ 5 മന്ത്രിമാർക്ക് വിയോജനക്കുറിപ്പ് നൽകും. ഇന്ന് നടന്ന യോഗത്തിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷവാക്കേറ്റമുണ്ടായി. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് റദ്ദാക്കണമെന്ന പ്രത്യേക അജണ്ടയിലാണ് എലപ്പുള്ളി പഞ്ചായത്തിൽ അടിയന്തര യോഗം ചേർന്നത്. BJP ഈ വിഷയത്തിൽ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് പ്രസിഡന്റ് രേവതി ബാബു ആദ്യമേ അനുമതി നിഷേധിച്ചു. പ്രമേയത്തിന് ഒരാഴ്ച മുൻപ് അനുമതി വാങ്ങണമെന്ന് അറിയിച്ചു. തുടർന്ന് പലതവണ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. മദ്യനിർമ്മാണശാലയ്ക്ക് സ്ഥലം ഏറ്റെടുത്ത് നൽകിയതിൽ കോൺഗ്രസ് അംഗത്തിന് പങ്കുണ്ടെന്ന ആരോപണവും അടിയന്തര യോഗം വിളിച്ചത് എന്തിനെന്ന CPIM അംഗത്തിന്റെ ചോദ്യവും പരസ്പരമുള്ള രൂക്ഷമായ വാക്പോരിൽ കലാശിച്ചു. മദ്യനിർമ്മാണശാല വരുന്നതിലെ വിയോജിപ്പ് സർക്കാരിനെ അറിയിക്കാൻ ഭരണസമിതി തീരുമാനിച്ചു. പഞ്ചായത്തിന്റെ ഭൂപ്രകൃതി, കാലാവസ്ഥ, കൃഷിരീതികൾ, സാധാരണക്കാർ ഇതൊക്കെ വെച്ചും കൊണ്ട് പഞ്ചായത്തിൽ ഇത്തരമൊരു സ്ഥാപനം വരുന്നതിനോട് ഈ ഭരണസമിതിക്ക് താല്പര്യമില്ല എന്നുള്ള ഞങ്ങളുടെ വിയോജനം ഗവൺമെന്റിലേക്ക് ഇന്നത്തെ തീരുമാനത്തിന്റെ കോപ്പി ഇന്ന് തന്നെ മെയിൽ അയക്കാനായിട്ട് ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മദ്യനിർമ്മാണശാല വരുന്നതിൽ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാതെ CPIM അംഗങ്ങൾ ഇതിപ്പോ സർക്കാരിൽ നിന്ന് ഒരു തീരുമാനവും മറ്റും ഒന്നും വരാതെ ഒരു ശൂന്യതയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു അജണ്ട പോലെയാണ് ഇന്ന് അജണ്ട വെച്ചിട്ടുള്ളത്. അപ്പൊ ആ അജണ്ടയിൽ മേൽ ഒരു തീരുമാനം ഞങ്ങൾക്ക് പറയാനില്ല. എലപ്പുള്ളി പഞ്ചായത്തിലേക്കും വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കും ഉൾപ്പെടെ BJP പ്രതിഷേധ മാർച്ച് നടത്തി. 24, പാലക്കാട്. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.